மிகவும் அதிசயமான ஒரு படைப்பு. இங்கு அத்தனை உயிரினமும் ஒன்றோடு ஒன்று சார்ந்தும் இயைந்தும் வாழும் நோக்கில் உருவாக்கி கொண்டவை. ஆனால் மனித இனம் மட்டுமே ஜாதி, மதம், இனம், மொழி, நாகரீகம், எல்லைக்கோடுகள் என்று பிரிந்தும் பிரிக்கப்பட்டும் வாழ்கின்றது. பூமி என்னும் ஒற்றை நிலமே இவர்கள் அனைவரையும் வேற்றுமை பாராமல் தாங்கி நிற்கின்றது. இன்றைய நாகரீக வாழ்க்கை முறை என்னும் முகமூடியை அணிந்து கொண்டு மனிதன் இயற்கையிலிருந்து முற்றிலும் விலகி போய்விட்டான். சில இனக்குழுக்கள் மட்டுமே விடாப்பிடியாய் இயற்கை எண்ணெயின் தொப்புள் கொடியை அறுத்து கொள்ளாமல் வாழ்கின்றன. பேட்டர்ன்ஸ் ஆஃப் லைஃப், பிராணா என்னும் இந்த படைப்பு தென்னகத்தின் மேற்கு தொடர்ச்சி மலைப்பகுதியில் வாழ்ந்து வரும் பழங்குடி மக்களின் அன்றாட வாழ்நிலை, உயிர் வாழும் முறை, முன்னெடுப்புகள் மற்றும் தங்கள் வேர்களை அடித்தளமாக கொண்டு வாழும் இந்த மக்களின் மகிழ்ச்சியையும் வலியையும் கனவுகளையும் ஆவணப்படுத்தி உள்ளது. இந்த படைப்பானது நம்மை தாங்கி நிற்கும் இந்த பூமியின் ஆணிவேரான இயற்கையை பாதுகாக்க விழிப்புணரச் செய்யும் ஒரு முயற்சியாகும், நம் கடமையுமாகும். തമിഴ്നാട് മധുര എന്ന സ്ഥലത്തിരുന്നാണ് കേരളത്തിലേക്ക് വന്നത്. മധുരയിൽ നിന്ന് തേനിയിൽ വന്ന്, തേനിയിൽ നിന്ന് കമ്പത്ത് വന്ന്, കമ്പത്തിലിരുന്ന് പുളിയമ്മല, അവിടുന്ന് വലിയ കണ്ടം വെള്ളയാംകുടി എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ച് അവിടുന്നാണ് ആദിവാസികൾ ചിന്നിച്ചിതറി പടയ്ക്ക് പേടിച്ച് 4 വശത്തോടെ ഹരിജനും ഗിരിജനും എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്.
ஸ்தலம்னா நாங்கள் பிறந்து இது இங்கே தான் இருக்குது. நாங்கள் எங்கிட்ட வேலைக்கும் விளாண்டதில்லை. இந்த மலை தான் ஏறி கரையை நடந்து இங்கே தான் சுற்றி விளாண்டுட்டு இருப்போம். മഞ്ഞ് വരും, വെയിൽ വരും, മഴ വരും. അങ്ങനെ എവിടെയെങ്കിലും കിട്ടുകയില്ല. ഇവിടെ മാത്രമേ കിട്ടൂ. எங்களுக்கு ரொம்ப பிடிச்ச இடம். சந்தோஷமாக இருந்தாலும் சோகமாக இருந்தாலும் இங்கே வந்து உட்காரும். இங்கே உட்காந்து இந்த கட்டப்பனை சிட்டி இது மொத்தம் பார்க்கும்போது ரொம்ப சந்தோஷமாக இருக்கும். ஒவ்வொரு நாள் இந்த இந்த ஒவ்வொரு மலைக்கு இந்த எல்லாம் இந்த மலையை பூரா சுற்றி கலங்கணும்னு ஆசை. இந்த எங்க இடம்னா எங்கேயும் போகக்கூடாது. நாங்கள் பேசாமல் எங்கள் இடத்துல இருந்து வேற எங்கேயும் போனால் எங்க இடத்த மறக்க மாட்டோம். எங்கள் இடத்துல இருந்து இங்கே தான் இந்த மலை இந்த இயற்கை இந்த இந்த இடத்த விட்டு எங்கேயுமே கிடைக்காது. அதனால நம்ம இங்கேயே இருந்துக்கலாம். இங்கே இருந்தால் நல்லா சந்தோஷமா இருக்கும். இந்த மலை எவ்வளோ சுத்த முடியுமோ இது உயிர் இருக்க வரைக்கும் எவ்வளோ இந்த மலை கரை கிடைக்குமோ அவ்வளோ கரைங்க எல்லாத்தையும் சுற்றி பார்த்துட்டு வந்துடணும். കുണാകുടി, വലിയ കുണാകുടി, കുഞ്ചി കുണാകുടി, ഐലാവൻ, ചെക്കട ഐലാവൻ, രാച്ചക്കാട്ട് ഐലാവൻ, പണ്ണിവരിയൻ, ഊരികാറൻ, ഇങ്ങനെയുള്ള ഓരോരുത്തർക്കും ഓരോ ചട്ടക്കൂടുകൾ, നിയമങ്ങൾ, ഇതെല്ലാം ഈ സമൂഹത്തിന് മാത്രമേ ഇങ്ങനൊരു കെട്ടുപാടുകൾ നിലവിൽ ഉള്ളൂ. വനത്തിലേക്ക് വരാനുള്ള കാരണം അന്നത്തെ കാലത്ത് കാടുകൊണ്ട് തന്നെ കഴിയണമെന്നുള്ളൊരു ആഗ്രഹക്കാരായിരുന്നു. വനത്തിലായി കഴിയുമ്പം കാകനികൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ, ആമ, ഉടുമ്പ്, കൂരൻ ഇങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ അന്നത്തെ കാലത്ത് കിട്ടുമായിരുന്നു. കാടുകൊണ്ട് ആദിവാസികൾ ജീവിക്കുന്നു, നാടുകൊണ്ട് നാട്ടാർ ജീവിക്കുന്നു. കാട്ടില് പ്രധാനമായിട്ട് തേന്, ഈന്ത്, മരവെട്ടിക്കുരു എന്ന് പറഞ്ഞ സാധനം, അതൊക്കെ ഭക്ഷ്യ സാധനങ്ങളാണ്. പിന്നെ മീനിനെ പിടിക്കാൻ പോവുക, പിന്നെ തേനീച്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് റാണീച്ചകളുണ്ട്. അതുപോലെ തുള്ളക്കാരൻ ഈച്ച എന്ന് പറഞ്ഞുള്ള ഈച്ചയുണ്ട്. അത് ജോലിയൊന്നും ചെയ്യത്തില്ല. അതിങ്ങനെ മുട്ടയിടയിൽ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഉച്ച സമയങ്ങളിൽ ആ ഈച്ച ആ തേൻകൂട്ടിൻ്റെ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് ഇരുമ്പി ഒരു നിരീക്ഷണം പൊങ്ങിപ്പറന്ന് ഇങ്ങനെ വന്ന് പിന്നെയും കൂട്ടിലോട്ട് താഴത്തുള്ളൂ. അപ്പോൾ അല്ലാതെയുള്ള ഈച്ചകളാണ്, സാധാ ഈച്ചകളാണ് ഒരുപാട് ജോലികൾ ചെയ്യുന്നത്. അവരാണ് ഇതിൻ്റെ പൂവുകളും മറ്റ് ഭക്ഷ്യ സാധനങ്ങളെല്ലാം അവരാണ് കൊണ്ടുവന്ന് ഈ കൂട്ടിലെത്തിച്ചു കൊടുക്കുന്നത്. പിന്നെ റാണീച്ച എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടിൽ ഫസ്റ്റിലെ ഒരെണ്ണമേ ഉള്ളൂ. അതിൻ്റെ കൂടെയാണ് ഈ ഈച്ചകളെല്ലാം ചെന്ന് ഈ തേൻ കൂട്ടിൽ കൂടുന്നത്. പൂക്കളുള്ള സമയങ്ങളിൽ ഇപ്പോൾ ഒരു കാപ്പിപ്പൂവ്, അതുപോലെ കാട്ടിൽ വൃക്ഷങ്ങളിൽ ഒരുപാട് പൂക്കളുള്ള മരങ്ങളുണ്ട്. അപ്പോൾ ഇത് എല്ലാ മരങ്ങളുടെ പൂക്കളുടെ തേനീച്ച എടുക്കത്തില്ല. അപ്പോൾ എടുക്കുന്ന മരങ്ങളുടെ അവിടെ സൂര്യൻ്റെ എതിർവശം നോക്കി നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഈച്ചകൾ പോയി താഴ്ന്ന കാണാം. അങ്ങനെയാണ് എടുക്കുന്നത്. ഇപ്പോൾ ഒരുപാട് തേനുണ്ട് കാട്ടിൽ. കാരണം ഈ വനത്തിനൊന്നും തീ കത്താത്തതുകൊണ്ട് ഈച്ചകൾക്ക് നാശനഷ്ടങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരുപാട് തേൻ ഇവിടെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് ഈ കാട്ടിൽ തന്നെ. കാടുമായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞങ്ങളുടെ ആദിവാസി മേഖലകളിൽ ഓരോ വ്യക്തിക്കും ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമ്മുടെ കയ്യിലോട്ട് തരുന്ന ഒരു വനമാണ് ഇടുക്കി ജില്ലാ വനം.
ഏപ്രിൽ മാസത്തിൽ തേനെടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കാട്ടിൽ പോയി രാവിലെ സമയങ്ങളിൽ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഈ തേനീച്ചകൾ ഇതുപോലെ നല്ല പകർത്ത, അതായത് ഈച്ച പറന്ന് തേൻപൊത്തിലോട്ട് വീഴുന്ന സംഭവങ്ങളുണ്ട്. അതേ സമയത്ത് ഞങ്ങൾ ഇത് കണ്ട് പോയി തേനെടുത്ത് ഫ്രഷായിട്ട് ആ സംഭവം ബക്കറ്റ് പ്ലാസ്റ്റിക് എന്തെങ്കിലുമൊക്കെ കാണും കയ്യിൽ, അതിനകത്തോട്ട് കണ്ടിച്ച് വെച്ച് പാകപ്പെടുത്തി ഇവിടെ കൊണ്ടുവരും. അപ്പോൾ ഇന്ന് അതിൻ്റെ വില ഏതാണ്ട് 350 രൂപ വിലയാണ്. പ്രകൃതി ദൈവമാണെന്ന് പറയാനേ പറ്റത്തുള്ളൂ. കാരണം ദൈവം തന്നെയാണ് പ്രകൃതി. പിന്നെ അച്ഛനും അമ്മയും നമ്മുടെ ഈ 3 കൂട്ടം തന്നെയാണ് നമ്മുടെ ദൈവം എന്നാണ് എൻ്റെ വിശ്വാസം. കാടുകൊണ്ട് ജീവിക്കുന്ന ആദിവാസികൾ കാടിനോട് അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു. കാട്ടുമൃഗങ്ങളുമായിട്ട് യോജിച്ച് സഹകരിച്ച് ജീവിക്കുന്നു. ഈ വനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ശുദ്ധമായ വായു, അതായത് വിഷാംശങ്ങളിൽ അലിയിപ്പിച്ചുകൊണ്ട് ഈ വനങ്ങളുണ്ട് ഈ വായു ലോകമെമ്പാടും പാഞ്ഞെത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വയലും വീടും നീലി 150 കഴിഞ്ഞ് മേമാരി വന്നാൽ ഇടുക്കി അണക്കെട്ട് വെള്ളം കെട്ടുമെന്നും പറഞ്ഞല്ലേ അവിടെ നിന്ന് ഇങ്ങോട്ട് ഞങ്ങൾ വിട്ട്. അച്ഛൻ്റെ അച്ഛനൊക്കെ അങ്ങ് അപ്പുറത്ത് കിടന്നപ്പോൾ മരിക്കാം. പിന്നെ ഞങ്ങൾക്ക് ഓർഡർ കിട്ടി, വെട്ടി ജോലി ചെയ്യാൻ പറഞ്ഞു. അതുകൊണ്ട് 5 വർഷം കൊണ്ട് സ്ഥലം തെളിക്കുന്നു. 10 ഏക്കർ തെളിക്കാനും കിട്ടാമില്ല, 3 ഏക്കർ തെളിക്കാനും കിട്ടാമില്ല. 5 വർഷം കൊണ്ട് 5 വർഷമായാൽ പിന്നെ പുറത്തുനിന്നും എടുക്കാനൊക്കെ ഇല്ല. അതുകൊണ്ട് എനിക്ക് 5.5 ഏക്കറിൽ ഞാൻ തെളിക്കെടുത്തു. ഇവിടെ അപ്പുറത്ത് 2 മരമുണ്ട്, 3 മരമുണ്ട്. അത് മാത്രം വെട്ടിയില്ല, ബാക്കി എല്ലാം വെട്ടി. വെട്ടാൻ പറ്റുകയില്ല. ഭയങ്കര മരങ്ങൾ അതിപ്പോഴും ഇപ്പോഴും. നെല്ല് കൃഷിയും കപ്പയും ചേമ്പും കാറ്റിലും കൃഷി അല്ലാതെ വേറെ ഒന്നുമില്ല. വേറെ ഒന്നും. പിന്നെ മന്ത്രവാദമൊക്കെ അറിയാം. ആന വരാതെ, കടുവ വരാതെ, കാട്ടിലുള്ള മൃഗങ്ങളെ ശല്യം ഒന്നും വരാതെ 4 ചുറ്റും കെട്ടിയിടും അവർ. തമ്പുരിയുടെ തൊലിയാണ് ഇത്. ഇങ്ങനെ ചുരുണ്ടി നമ്മൾ വയലിട്ട് ചവച്ചാൽ നമുക്ക് വലിയ വേദന ഉണ്ടാകില്ല. വല്ലു പറഞ്ഞാലും വേദനിക്കില്ല. കാട്ടിൽ പോയി പാറക്കൊക്കെ കിടക്കുന്ന കാറ്റിൽ പോലെ ഉള്ളതുണ്ട്. അത് നമ്മൾ മാറ്റിക്കൊണ്ടുവന്ന് പുഴുങ്ങി പിന്നെ ചുട്ടു തിന്നും. പിന്നെ അതിൻ്റെ പുറത്തെ തൊലിയൊക്കെ കളഞ്ഞാച്ച് കപ്പ പുഴുങ്ങും പോലെ പുഴുങ്ങും വേവിച്ച് തിന്നും. എന്നെ ആരും ഒന്നും പഠിപ്പിക്കില്ല, എല്ലാം മനത് കൊണ്ട് തന്നെ പഠിക്കുന്ന സർവ്വ എഴുത്ത് മാത്രമേ അറിയത്തില്ല, പഠിക്കുന്നില്ല. 2 വർഷമായത് ഞാനൊരു പണിയും ചെയ്യാനായിട്ട്. മറ്റെല്ലാം ഈ സമയത്തൊന്നും എന്നെ വീട്ടിലൊന്നും കാണുകയില്ല.
പറമ്പിൽ മാത്രം. എന്നെ കൊടുങ്കടി ഞങ്ങളമാരെ എന്നെ കൊടുത്താലും തെക്കേ മലയ്ക്ക് മലവറം മണ്ണറേ കൈക്കാട്ടിനാരേ ഗുരുവായം മണ്ണറേ കണ്ണറിനാരേ എന്നെ കൊടുങ്കടി ഞങ്ങളമാരെ എന്നെ കൊടുത്താലും തെക്കേ മലയ്ക്ക് വയ്യിലിളമാവൂ വണ്ടോണിമാവേ. ചേട്ടം, നൂറാൻ, ചോൻ, ചാൻ എന്ന് പറയുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളാണ് കാട്ടില് കിട്ടുന്ന ഭക്ഷണങ്ങൾ. ആ സാധനം ഇന്ന് വളരെ ഒന്നിനൊന്നിന് കുറഞ്ഞ് ഇല്ലാതെ ആയി വരുന്നു. പണ്ടവരൊക്കെ യുദ്ധത്തിൽ തൊട്ട് വനത്തിൽ പോയി ഇവിടുന്ന് അവർക്ക് വിനോദങ്ങളൊന്നുമില്ലായിരുന്നു. അങ്ങനെ ആയി വനത്തിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ പാണ്ഡവന്മാർ വിനോദമായിട്ട് കമ്പുകളി എന്ന അങ്ങനെ ഒരു കളി നടത്തുകയാണ്. തിരകതാം 714 ലോകത്തിലും കിഴി വീഴും തിരുവാണിയമ്മേ വാഴകൂടാതെ നിന്നെ തിരിച്ചിടാനാകുന്ന വേല ചെയ്തേന നെടിയൻ. 6 പേര് വേണം ഇത് ചെറുതായിട്ടാണെങ്കിലും കളിക്കണം. അപ്പം അന്ന് അവർ പാണ്ഡവന്മാർ 5 പേരുണ്ടായിരുന്നു. പിന്നെ തള്ളയും കൂടെ കൂടിയാണ് 6 പേര് തേച്ച് കുമ്പളി അവർ അവിടെ നടത്തി. നേരത്തെ അന്ന് അവസാനം ഈ കളി നടത്തുന്ന സമയത്ത് ശ്രീകൃഷ്ണൻ വന്നപ്പോഴത്തേക്ക് അയാൾ ഈ പെട്ടെന്ന് ചഞ്ചലിച്ച് കഴിഞ്ഞാൽ അന്നേരം മകൻ്റെ തള്ളയുടെ കണ്ണിലോട്ട് പോകും. അങ്ങനെ കണ്ണുകുത്തി കളി എന്നാണ് തള്ള ശാപിച്ചത് ഈ കഥ. അത് പിന്നെ അന്നും ഇത് പിന്നെ ആദിവാസികൾ ഇങ്ങനെ ആചാരമായിട്ട് എല്ലാ വിഷുവ്, ഓണം, ഇങ്ങനെ കല്യാണങ്ങളും ഇങ്ങനെയൊക്കെ വരുമ്പോൾ എല്ലാ ദിവസങ്ങളിലും ഇങ്ങനെ ഒരു വിനോദമായിട്ട് നേരത്തെ നടത്തുമായിരുന്നു. രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, കാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. സൂര്യപ്രകാശം ഉള്ളം കയ്യെ നിർത്തിക്കൊണ്ട് സമയം പറയണമെന്ന്. നിഴല് ഏത് വശത്തേക്ക് തിരിഞ്ഞു പോകുന്നത്, ആ നിഴല് നോക്കിയാണ് സമയം പറഞ്ഞ് ഇത്ര മണിയായെന്ന് പറയുന്നത്. അതെല്ലാരും പറയുക. ഓരോ സമയത്തും ഓരോ പക്ഷി മൃഗങ്ങളിൽ നിന്ന് കണ്ടു മനസ്സിലാക്കാൻ പറ്റും. പക്ഷിക്ക് അത്രയും അത് ചെലച്ച് കാണിക്കാമെങ്കിൽ മനുഷ്യനെ എന്തുകൊണ്ട് അതുപോലെ ജീവിക്കാൻ പറ്റുന്നില്ല? നമ്മുടെ പഴയ കാലത്തെ ജീവിതം മറന്നുപോകും. പിതാക്കന്മാര് ജീവിച്ചിരുന്ന ആ ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ ഈ കുഴപ്പങ്ങളൊന്നും തന്നെ ഉണ്ടാവുകയില്ല. മേമാരി എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്നത്, ചക്കക്കോലം മേമാരി. ഞങ്ങൾ വന്നതിന് ശേഷം 5 വർഷം കഴിഞ്ഞിട്ടാണ് ഇടുക്കിടാവ് പണിയുന്നത്. ഈ പണിയൊക്കെ തീർന്നു കഴിഞ്ഞപ്പോഴത്തേന് വെള്ളം പതുക്കെ ഇങ്ങനെ കയറി കരോട്ട് അയ്യപ്പൻ കോവിൽ വരെ വെള്ളമാണ്. അത് കഴിഞ്ഞതിന് ശേഷം വെള്ളമൊക്കെ ഇങ്ങനെ നിന്ന് ഞങ്ങളവിടെ ചൂണ്ടയ്ക്ക് പോകാനുള്ള സംവിധാനമൊക്കെ ചെയ്ത് കടവുണ്ടാക്കി തെളിച്ച് നല്ല വൃത്തിയാക്കി.
ഞങ്ങൾ ഇവിടുന്ന് രാവിലെ ഇറങ്ങുമ്പോഴത്തേന് കൊണ്ടുപോകേണ്ട സാധനമൊക്കെ തുണിക്കകത്ത് കെട്ടി ഒരു മാറാപ്പെട്ട് കത്തി കാണും, അരയ്ക്ക് പ്ലാസ്റ്റിക് കെട്ടും. എന്നിട്ട് ലാസ്റ്റ് അക്കരെ ചെന്ന് ഈ ചൂണ്ടക്കിരുന്ന ഒരു ശിശു ഇല കെട്ടും, മണ്ണിനകത്തുള്ള ഇല കിളയ്ക്കും. ഈ പ്ലാസ്റ്റിക് ഊരിനകത്ത് ഇല എടുക്കും. പോകുന്ന വഴിക്ക് ഒരാനയെ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ ശ്രദ്ധിച്ച് നിൽക്കും ഇതെന്താന്ന്. പിന്നെ അങ്ങനെ ഞങ്ങൾ നോക്കി അതിനൊക്കെ കുഴപ്പമൊന്നുമില്ല, കടന്നു പോകാമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോകും. പറമ്പിലത്തെ ആദായങ്ങൾ പറിച്ചു കൊടുത്ത് കോട്ടയത്ത് പോയി വല മേടിക്കും. ആ വല മേടിച്ചു കൊണ്ടുവന്ന് അതിന് ചരടും മേടിച്ചു. ഈ ചരട് കോർച്ചുകാരുടെ വള്ളത്തിന്റെ കാര്യം പറഞ്ഞിട്ട് വല്ലവാഴയോ വല്ല ഇതൊക്കെ വെട്ടാൻ പറഞ്ഞിട്ടുള്ളൂ. തേക്ക് ഈട്ടി ഈ വകയൊന്നും വെട്ടാൻ പാടില്ല. വെട്ടിയിട്ട് ആഴ്ചകളോളം ഇരുന്ന് ഇതിന് പണിതിട്ട് വള്ളം ഉണ്ടാക്കും. അവിടെ ചെന്ന് കഴിയുമ്പോൾ ചട്ടിക്കലവും എല്ലാം എടുക്കുക, കടുങ്കാപ്പി തിളപ്പിക്കുക, വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണം തയ്യാറാക്കുക, ചെന്ന് വല നോക്കുക. പിന്നെ 2-3 മീനൊക്കെ കിട്ടിയാൽ കറിക്ക് വേണേ ഒരു കുഞ്ഞൊക്കെ എടുത്ത് കറി വെക്കും. ഈ വഞ്ചിക്കൊരു ബാലൻസ് ഉണ്ട്. ആ ബാലൻസ് മനുഷ്യനും വേണം. ഇല്ലാതെ ഞാനിപ്പോൾ ചെന്ന് ഉടനെ പൈസ കിട്ടാമെന്ന് പറഞ്ഞാൽ ചിലപ്പം കാറ്റാക്കി വരേണ്ടി വരും പൊക്കിയെടുക്കണത്. കാറ്റും ഇരുക്കോട്ടവും എല്ലാം ഉണ്ടാകുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ടും ഓളം അരയെന്ന് വരും. അത് മകരം മാസമാകുമ്പോഴത്തേക്ക് ഈ ശബരിമല സീസണൊക്കെ ആകുമ്പോഴാണ് ഒരു ഇങ്ങനെയുള്ള ഓളമൊക്കെ ഉണ്ടാകുന്നത്. നമ്മളെ വള്ളമൊക്കെ അടിച്ച് മറിച്ച് നമ്മളൊക്കെ വെള്ളത്തിൽ കയറി. അതുകൊണ്ട് കര ചേർന്ന് മാത്രം ആ സമയങ്ങളിലൊക്കെ വല കെട്ടത്തുള്ളൂ, നോക്കത്തുള്ളൂ. ഡാമിൽ നിന്ന് ഗോൾഡ് കിട്ടും, പട്ടളമുണ്ട്, ജൂറാവുണ്ട്, ചേറുണ്ട്, കറ്റിയുണ്ട്. കറ്റി എന്ന് പറഞ്ഞാൽ അത് 6 പണ്ട് തൊട്ട് കിടക്കുന്ന മീനാണ്, 6ആയിട്ട് കിടന്ന് പോകും. പിന്നെ ചെറുമീനായിട്ട് സ്ലോപ്പിയുണ്ട്, കൂരലുണ്ട്, പുല്ലമീൻ എന്ന് പറഞ്ഞ ഒരു സൈസ് മീനിനൊക്കെ ഇപ്പോൾ കൊണ്ടുവന്ന് വിട്ടിട്ടുണ്ട്. ഈ വള്ളത്തെ കയറിയിരുന്ന് ഈ വല വെള്ളത്തിലോട്ട് ഒരു കഷ്ണം എടുത്തിട്ടും ഇങ്ങനെ അഴിച്ചങ്ങ് നീക്കി അങ്ങ് കെട്ടുക. 14 അടി 15 അടി താഴ്ചയുണ്ട്. വല കെട്ടുമ്പോഴത്തേന് വല ഇങ്ങനെ പൊങ്ങി നിൽക്കണം. അപ്പം കൃത്യം കെട്ടൊന്നും വീഴാൻ പാടില്ല. നല്ല നൂൽപോയിന്റിന് തന്നെ അവിടം വരെ കെട്ടി വരണം. എന്നാലും വല ചുരുങ്ങുകയില്ല, മടങ്ങുകയില്ല. ആ വല അതുപോലെ തന്നെ വെള്ളത്തെ ഇറങ്ങിച്ചെല്ലും. 10 കിലോ ഉള്ള മീനൊക്കെ കിട്ടാൻ വേണ്ടിയുള്ള വലയാണ് ഞങ്ങൾ കെട്ടുന്നത്. ആ വലയെ മാത്രമേ ഓടുന്നുള്ളൂ. ചെറുമീനൊക്കെ കയറുകയാണെങ്കിൽ ആ വലക്കണ്ണിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് കടന്നു. ഓരോരോ പാകംകാർ ഓരോരോ മേഖലയിൽ നീ ഇവിടെ കെട്ടിക്കൂ, അപ്പുറം വേറെയുള്ളവർക്കാ എന്ന് പറഞ്ഞ് ഓരോരോ ഭാഗം തിരിച്ചു തരും. ആ ഭാഗത്ത് വേറുള്ളവർ വന്ന് കയ്യേറ്റം ചെയ്ത് ആ ഭാഗത്ത് കെട്ടും. അവർ നമ്മളെ ഭാഗത്തെ മീനും കൊണ്ടുപോകും. ചിലപ്പോൾ ഇപ്പോൾ തന്നെ മുകളിൽ നിന്ന് കാലമഴ ഇടി മിന്നലും ഒക്കെ വന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അനങ്ങാതെ ഇരിക്കുകയല്ലേ. വെട്ടമില്ല, വെളിച്ചമില്ല, നമ്മൾ ഒരു ഇരുട്ടായിട്ട് നമ്മൾ ഇരിക്കുകയുള്ളൂ, അന്ധകാരത്തിൽ ഇരിക്കുന്നുള്ളൂ. അന്നേരം നമുക്ക് ദുഃഖവും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും. എല്ലാം നമുക്ക് തെളിഞ്ഞു കിട്ടി ഒരു പ്രകടിക്കൊരു ഇത് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷം വരും. ജൂൺ ജൂലൈയിൽ ഈ മീനിന് ടോളിങ് പറഞ്ഞൊരു പ്രഖ്യാപനമുണ്ട്. ഈ കുഞ്ഞുങ്ങളെ വിരിപ്പിക്കാനുള്ള സമയമാണത്. ഈ ഉത്പാദനങ്ങൾ വേണ്ടേ? നമ്മൾ എന്നും ചെന്ന് പിടിച്ചു കൊണ്ടുവന്നാൽ വെള്ളം മാത്രമല്ലേ കാണത്തുള്ളൂ. അതുകൊണ്ട് ആരും വല കെട്ടുകയില്ല. ഒറ്റ കിടക്കുമ്പോൾ പേടിക്കേണ്ടി യാതൊരു കാര്യവുമില്ല. അങ്ങനെയുള്ള സുരക്ഷിതമായ സ്ഥലത്താണ് കിടക്കുന്നത്. നമ്മളെപ്പോലുള്ള ആളുകൾ വന്ന് മാത്രം
വന്നാലും അവിടെ കിടക്കുന്നു. അല്ലാതെ ഈ കുറ്റമൃഗങ്ങളൊന്നും അവിടെ വരികയില്ല. ഒരു നെല്ലിക്കായി ചതച്ചിട്ട് കാട്ടിലത്തെ മഞ്ഞളും കൂടെ എടുത്ത് അതുപോലെ തന്നെ ഒരു കുറ്റിയാണ് അരിച്ചിട്ട് ഒരു കല്യാണം അരിച്ചിട്ട് അതേ വെച്ചിട്ട് പിടിയും കൊടുത്തിട്ട് നമ്മുടെ കയ്യിൽ ഉപ്പുണ്ടെങ്കിൽ ഉപ്പും കൂടെ വാരിയിട്ട് തീയൽ വെച്ചാൽ അത് വേകുമ്പോഴത്തേന് പ്രത്യേക ഒരു ടേസ്റ്റാണ് അത്. കാട്ടിലത്തെ ആഹാരം ഒരു പ്രത്യേക ആഹാരം, അല്ലാതെ ഈ വിഷങ്ങൾ തിന്നുന്ന പോലെയല്ല. ഈ രാത്രിയിലൊക്കെ നമ്മൾ വള്ളത്തിനൊക്കെ വലയഴിക്കാൻ പോകുമ്പം ഇത്ര മണ്ണത്തിലുള്ള തല ഇങ്ങനെ പൊങ്ങി നിൽക്കും. വലിയ വലിയ പാമ്പുകളുണ്ട്, വെള്ളത്തിൽ താമസിക്കുന്ന പാമ്പുകൾ. അത് ആറായിട്ട് കിടന്നപ്പോഴും ഉള്ള പാമ്പാണ്. നമ്മൾ ഉത്സാഹിച്ച് പിടിപ്പിക്കുകയായിരിക്കും വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും തുടയാതെ മാറാതെയും പിടിക്കാതെ ചെല്ലുമ്പോൾ ഒറ്റ ഇടിയിരിക്കും. നോക്കുമ്പോൾ അവിടെ കുറ്റിയൊന്നും ഇല്ലായിരുന്നു, വലിയ അറബിക്കടൽ പോലെ നിൽക്കുന്നില്ല, അതിൻ്റെ കുറ്റിയൊന്നും ഇല്ലല്ലോ. നോക്കുമ്പോൾ എന്താ പാമ്പ്, ആ പാമ്പ് ഇങ്ങനെ പൊങ്ങി നോക്കി നിൽക്കുക. ഇതെന്താ ചെല്ലുന്നത്, അവന് ഭക്ഷിക്കാനുള്ള ആഹാരമാണ് അവൻ്റെ ചിന്ത. ഈ പാമ്പ് എന്നിട്ട് വെള്ളത്തിൽ താമസിക്കും, പിന്നെ കാണത്തില്ല. ഈ ആറായിട്ട് കിടന്നപ്പോൾ വലിയ വലിയ കയങ്ങൾക്ക് മണലൊക്കെ വിരിഞ്ഞ് കിടക്കുന്നുണ്ട്. ആ മണലിൻ്റെ പുറത്ത് ഇങ്ങനെ പാമ്പ് കയറിയ ഏല് കാണാമെന്നാണ് പറഞ്ഞത്. ആ ഏലേല് 2 പേർക്ക് തൊട്ട് തൊടാതെ കിടക്കാം. അതുപോലുള്ള പാമ്പുകൾ ഇഷ്ടം പോലെ ഈ ഡാമിലുണ്ട്. മനുഷ്യനോട് ആരും ശല്യത്തിനൊന്നും പോരുന്നില്ല, അവർ സുരക്ഷിതമായിട്ട് വെള്ളത്തിൽ താമസിക്കുന്നുണ്ട്. നമ്മളെ കഷ്ടപ്പാട് എപ്പോഴും കഷ്ടപ്പാടാണ്. കിട്ടിയാൽ കിട്ടി, കിട്ടിയില്ല കിട്ടിയില്ല, ഇത്രയേ ഉള്ളൂ. ഈ വലകെട്ടും ചൂണ്ടയിരിയിലും എല്ലാ പരിപാടിയും. രാവിലെ മുതൽ പോയി കഷ്ടപ്പെട്ട് വൈകുന്നേരം വരെ ഇന്ന് കഷ്ടപ്പെട്ട് കഴിയുമ്പോൾ മീൻ കിട്ടിയിട്ട് മാന്യമായിട്ട് വീട്ടിൽ പോകും. എന്നാലും നമ്മൾ മീനിനോട് വഴക്ക് പറയുക. എന്നാലും വേറെ എങ്ങനെയാണെന്ന് പറഞ്ഞാലും കുഞ്ഞേരും നമുക്ക് കിട്ടാതെ വരില്ല. നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമ്മുടെ പിള്ളേർ സന്തോഷത്തിന് കഴിക്കാനും ഒരെണ്ണം മീനും കിട്ടും. അതാണ് അപ്പന്മാരെ മക്കളെ സ്നേഹിക്കുന്നത് പോലെ മീനുമായിട്ട് സ്നേഹിച്ചാൽ ആ മീൻ നമ്മളെ കൈവിളി വരാം. ഒരു കിലോയ്ക്കുള്ള പൈസ കൃത്യം തന്നിരിക്കും, ഇതൊരു കുഞ്ഞു കറിക്കുള്ള വരും. പെറ്റമ്മ കുട്ടിയെ ജനിപ്പിച്ച് വീഴുന്നത് ഏത് സ്ഥലത്തേക്കാന്ന് പറയാൻ പറ്റൂ. നമ്മൾ മരിച്ചാല് അടക്കം ചെയ്യുന്നത് 6 അടി മണ്ണില്, ജനിച്ചാല് 6 അടി മണ്ണില്. மண்ணு மனுஷனுக்கு பந்தம் இல்லாம இருந்ததுன்னு சொன்னா இப்போ ஒன்றும் ஜீவிக்க முடியாது. மண்ணும் மனுஷனும் ஒன்று போல இருக்கத்த அதில் விவசாயம் போடுறோம், கிளையிறோம், காட்டு எடுக்கிறோம், கல் எடுக்கிறோம், எல்லாம் எடுக்கிறோம். நமக்கு சந்தோஷம் வந்தியது ஒரு கல்யாணம் முடிச்சு ஒரு பிள்ளை குட்டி ஆகணும், அதுக்கு தேடி வைக்கணும். இந்த மண்ணை கொத்தி நாம எல்லாம் 1 வித்துக்கு 2 வித்து எடுத்து நாம தேடி வைக்கணுங்கிறது நமக்கு சந்தோஷம். இங்கே உருளைக்கிழங்கு, பீன்ஸு, கேரட்டு, முட்டைக்கோசு எல்லாம் நிறைய பண்ணுறாங்க. எல்லாம் இந்த மலைக்கு மேலே உருளைக்கிழங்கு, தாழ்வான இடத்துலலாம் கேரட்டு இப்படிலாம் பண்ணுறாங்க. இங்கே மலைக்கு மேலே நல்லா உரம் இருக்கிறதுனால, எல்லாம் மண் நல்லா உரம் இருக்கிறதுனால அங்கே நல்லா உருளைக்கிழங்கு இதெல்லாம் நல்லா விளையும். நிரப்பாக இருக்கிற இடத்த வெட்டி வெட்டி இடந்து அப்படியே தட்டி தட்டாக உண்டாக்குறது, இந்த மண்ணுக்கு கீழே போகாமல். இங்கே அவ்வளோக்கு உரம் இல்லை. இது 10-20 வருஷமா இந்த இடமெல்லாம் போட்டுட்டு இருக்காங்க. அங்கே அப்படி இல்லை. அது எப்போனாச்சும் வருஷத்துக்கு 3 வருஷம், எப்போனா 25 வருஷம் காடாலாம் இருக்கும். அதனால அங்கே போடுறாங்க, நல்ல விளைச்சல் கிடைக்கும். நல்ல ஏற்றம் ஏறி நம்ம மேலெல்லாம் வேர்த்து நல்லா கிளீன் ஆகும்போது நமக்கு வெடிப்பு கிடைக்கும். நல்லா நாம் அதோட வேலையெல்லாம் வந்து செஞ்சுட்டு சாயங்காலம் போய் குளிச்சுட்டு இருந்தோம்னா நமக்கு ஒரு அமைதியாக இருக்கும்.
குதிரை, கோவேரி கழுதை, கழுதல் 3 இதில் இருக்குது. அந்த குதிரைன்றது நல்லா ஹைட்டாக இருக்கும். ஆனால் அதில் சுமடு லோடெல்லாம் ஏற்ற முடியாது, அது செமக்காது. ஆளுங்க வேணால் சவாரி பண்ணலாம். இதுனா நல்லா 150 கிலோ 100 கிலோனாச்சும் செமக்கும் இந்த குதிரைங்க. இதுக்கு கெப்பாசிட்டி இருக்குது. அது மாதிரி கழுதைக்கு அதை செமக்காது, 50 கிலோக்குள்ளே தான் செமக்கும். அது குட்டையாக இருக்கனால கீழே விழுந்துடும். ஒத்தையடி பாதை, குதிரை மட்டும்தான் போகும் அந்த வழி. லோடு ஏற்றிட்டு போகணும்ல, வண்டியெல்லாம் வராது அந்த வழி. போனால் அவங்க விவசாயம் மட்டும் குதிரையில் தான் லோடு ஏற்றிட்டு போகணும். அதனால தான் குதிரை எடுத்துகிட்டு போகிறோம். அதில் நம்ம லோடு, நமக்கு தேவையான அரிசி, உரம், உருளைக்கிழங்கு விதை எல்லாத்தையும் நாங்கள் இந்த குதிரையை வச்சு ஏற்றிட்டு போவோம். முக்கால்வாசி இந்த குதிரை தான் இங்கே ரொம்ப யூஸ் ஆகுது. இதுனா எவ்வளோ 150 கிலோக்குள்ளே ஏறி போயிடும். இது வந்து ஏற்றமாக இருந்தாலும் அசால்ட்டாக ஏறி போகும். அதனால் எங்கள் யூஸுக்கு தான் இந்த குதிரையை வச்சுருக்கோம். அங்கேருந்து இறக்கி தரணும். இறக்கணும் வேறு குதிரை கூப்பிட்டோம்னா 200 ஒரு லோடுக்கு. நான் தாராளமாக எங்கள் காட்டிலேருந்து 200. அது 300 சாக்குன்னா 60,000 ஆயிரும். எப்படி இறக்குறதுக்கு 60,000 ஆயிரும். என் குதிரை இருக்கனால நான் 60,000 எனக்கு மிச்சம். குதிரை தான் முக்கியம். எல்லா வீட்லேயும் குதிரை இருக்குது. குதிரை, மாடு இல்லை வண்டியெல்லாம் ஒவ்வொரு வீட்டில் இருக்குது. குதிரை தான் இங்கே முக்கியம். இல்லைன்னா இங்கே விவசாயமெல்லாம் பண்ணி இங்கெல்லாம் வாழ முடியாது. போட்டோம்னா 50 சாக்கு கிடைக்கும். 10 சாக்கு போட்டோம்னா 150 சாக்கு 100 சாக்கு கிடைக்கும். அதனால தான் மலையில ஏறி விவசாயம் பண்ணுறாங்க. நமக்கா இருந்து இந்த களைவை நல்லா பிடிச்சி நல்லா பம்பி எடுத்து நல்லா கிளீனாக வைக்கலாம். நிலம்தான் நமக்கு முக்கியமானது. அதனால நம்ம மண் இல்லாம வாழ முடியாது. இந்த மண் முதல்ல வயக்காடாக இருந்துச்சு. பிறகு வயக்காட்டில் வந்து வருமானம் கம்மி. பிறகு விவசாயத்தை போட்டோம். விவசாயத்தை போட்டோன்னே உருளைக்கிழங்கு, வெள்ளைப்பூடு எல்லாமே போட்டுக்கிட்டே இருந்தோம். போட்டுக்கிட்டு இருக்கும்போது அதுலேயும் கொஞ்சம் கட்டுப்படி ஆகாமையே நடந்துச்சு. மண்ணினுடைய இது என்னன்னு நம்ம அடிக்கிறதாட்டு ஒரு விவசாயத்தை கண்ணோட்டமாக பார்த்துட்டு இருந்தாத்த நம்மளுக்கு கஞ்சி மண்ணு கொடுக்கும். பிறகு மண்ணை பார்க்காம சப்பேற விட்டுக்கிட்டு போதையேற விட்டுக்கிட்டு இருந்தோம்னா நம்மளுக்கு கஞ்சி கிடைக்காது. சாதி மதம் அப்படின்னு பிரித்து வைக்கலாம். மண்ணை பிரிக்கவே முடியாது. ஒரு காலத்திலையும் பிரிக்க முடியாது. நீ இந்த மண் என்னதுடா, இந்த மண் என்னதுடான்னுலாம் ஒன்றும் நடக்காது. നമ്മൾ ഭൂമിയിലേക്ക് ജനിക്കുമ്പോൾ നമ്മൾ കൈ മുറുക്കി പിടിച്ചാൽ ജനിക്കുക. മരിക്കാൻ നേരത്തെ ഒന്നുമില്ല, നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ല. ഈ ജീവിക്കുന്നിടത്തോളം കാലം സന്തോഷമായിട്ട് ജീവിക്കുക, ആർക്കും ചീത്തപ്പേരില്ലാതെ. ദൈവം വിളിക്കുമ്പോൾ പോവുക. ജാതി മതം മനുഷ്യനുണ്ടാക്കിയത്. ജാതി മതമൊന്നും ദൈവം ഉണ്ടാക്കിയിട്ടില്ല. ദൈവം ഉണ്ടാക്കിയത് ഒരാണിനെയും ഒരു പെണ്ണിനെയും മാത്രം. കാട്ടിൽ കിടന്നു കഴിയുമ്പം കാട്ടിൽ തന്നെ നമുക്ക് മരുന്നുകളുണ്ട്. പച്ചമരുന്ന് കൊണ്ട് തന്നെ ജീവിച്ച കാലങ്ങളിലായിരുന്നു പഴയ കാരണന്മാരുടെ കാലങ്ങൾ. എൻ്റെ ഒരു ഉത്തമൻ കണ്ണമ്പിടിയിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. ഞാൻ ചെയ്യുന്ന മരുന്ന് അണ്ണമ്മ ഈ അറബി മരുന്നുകളാണ് ചെയ്യുന്നത്, കടുപ്പം കൂടിയ മരുന്നുകൾ. കുഞ്ഞില് നമ്മുടെ കാരണന്മാരും കൂരകൂട്ടം മരുന്നുകൾ കാണിച്ചു തന്നു. അല്ലാതെ നമുക്ക് സ്വയമായിട്ട് കുറച്ചൊക്കെ അങ്ങനെ അറിയാൻ അതിൻ്റെ മരുന്നായിട്ട് നമുക്ക് മനസ്സിലായി.
കഴിക്കാനും കൊടുക്കും, പുരട്ടാനും കൊടുക്കും. ഉള്ളിൽ കഴിക്കാനുള്ള ചൊറികളിലൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളിൽ കഴിക്കാൻ കൊടുക്കും. അപ്പൊ ഉള്ളില് വെളിച്ചോട്ട് വരും. അത് വരുമ്പോ തേക്കാനുള്ളത് എണ്ണ വേറെ, അത് തേച്ച് കൊടുക്കും. ഒരു 3 ദിവസം ആകുമ്പോൾ അതങ്ങോട്ട് തീർത്തും മടിക്കും. വനത്തിന്റെ ഗുണങ്ങൾ പറഞ്ഞാൽ എൻ്റെ പോലെ വനത്തിൽ നിന്ന് കിട്ടേണ്ട സാധനങ്ങൾ ഒത്തിരി സാധനങ്ങളുണ്ട്. ഗുണങ്ങൾ നമുക്ക് ചെയ്യുന്നത് തേന് കിട്ടും, തെല്ലി കിട്ടും, പിന്നെ മരവെട്ടിക്കുരു, പത്തിരിപ്പൂവ്, ഇഞ്ചിയുണ്ട്, മഞ്ഞളുണ്ട്, എല്ലാ ഐറ്റംസുകളും കാട്ടിൽ നിന്ന് എടുക്കാനുള്ള സാധനങ്ങളുണ്ട്. അമൽപ്പൊരി, പിന്നെ കരപ്പൻ പള്ള എന്ന് പറഞ്ഞൊരു പള്ളയുണ്ട്. കുഞ്ഞു പിള്ളേർ തലയില ഇതുപോലെ ഭരണങ്ങളുണ്ടാകുകയല്ലേ, അതിന് വേണ്ടിയിട്ടുള്ളതാണ് അത്. അതുപോലെ തന്നെ ഈ തുമ്മൽക്കൊടി എന്ന് പറയുന്ന സാധനമുണ്ട്. നമുക്ക് ജലദോഷം വരുമ്പോൾ ഒരു കാരണം ഇതിന്ന് ഈ മൂക്കിന്ന് പോവുകയല്ലോ, കെട്ടിക്കിടക്കല്ലേ തലയിൽ. ഇത് ഉണക്കയായിരിക്കണം. ഇതുപോലെ പൊടിച്ചെടുത്ത് മൂക്കിനകത്ത് വെച്ച് അന്നേരം തുമ്മലാണ്. ഈ തലയിൽ കെട്ടിക്കിടക്കുന്ന സാധനങ്ങളില്ലേ മുഴുവൻ ഇത് തുമ്മി തന്നെ സാധനം താഴെ വരും. ഒരു ദിവസം പാറാച്ചിനെന്ന് പറയും, ഒന്ന് 100 പറയും. പിന്നെ മായാവള്ളി എന്ന് പറഞ്ഞിട്ട് ആ സാധനം നമ്മൾ കണ്ടുപിടിക്കാൻ പാടാം. വള്ളിയാ, അത് മണ്ടയിലാവൂ, അതിൻ്റെ ഇലകളുള്ളൂ. വേനൽ 6 വർഷമാറും ഇതിൻ്റെ ഇല പൊഴിച്ചില്ല ഈ കിഴങ്ങിന്. അത് ഈ കിഴങ്ങ് മാന്ന് ഒരാളെ 2 കൈ ഉണ്ട് ഈ സാധനം കിട്ടുക. ഇത് മാഞ്ഞു പോകും. അതേച്ച് കിഴങ്ങ് വരുണ്ട്, അതിന് ഭയങ്കര രുചിയാകും. ഞാൻ മായാവള്ളി എന്ന് പറയും ആ കിഴങ്ങിന് പേര്. പാമ്പ് കുത്തിയാൽ ഞാൻ ശാലം വെള്ളം എടുത്ത് അത് ഒഴിച്ചു വിടും, വിഷം മാറും. പിന്നെ അണലിവേഗം എന്ന് പറഞ്ഞ സാധനമുണ്ട്. അരുവ തൊടാൻ പാടില്ല. കല്ല് വെച്ച് ഇടിച്ച് ഈ തൊലിയെടുക്കണം. തൊലിയെടുത്ത് അരയ്ക്കണം, വെണ്ണ പോലെ സാധനം അരയ്ക്കണം. അരച്ചാണ് ഇതെല്ലാം ഇത്തരം മരുന്നുകളാണ് കാട്ടിനകത്തുള്ളത്. ഇത് പൂക്കുന്ന അവസരത്തിൽ ഈ മരം പൂത്ത് കഴിഞ്ഞാൽ ആ പാമ്പ് അവിടെ വരികയില്ല. പാമ്പ് കടക്കാൻ പറ്റില്ല, പാമ്പ് പൂവ് വലിയൊരു കാശായി. ഭയങ്കര സ്മെല്ലുള്ള സാധനം. നമ്മൾ എടുത്തു കഴിഞ്ഞ് ഇതുപോലെ മടിയിൽ വെച്ച് കഴിഞ്ഞാൽ ഈ കഞ്ചാവും അതിനേക്കാൾ സ്മെല്ലാണത്. ഭയങ്കര. പുറത്തൊക്കെ കെട്ടിവെച്ചാൽ പുറകെ വരുന്ന ആൾക്ക് വരാൻ പറ്റില്ല ഇതിന്റെ മണം കൊണ്ട്. വെയിലാണ്, സാധനങ്ങൾ ചെറുതെല്ലാം ഉണങ്ങി കമ്പായിട്ട് നിൽക്കും. ഇപ്പോഴാണ് ഈ പൂക്കളുണ്ട്, പഴവുണ്ട്. ഇപ്പോൾ ഇത് ഓരോ വഴിക്ക് പോകും, തേനെടുക്കാൻ പോകുമ്പോഴും അതിന് ഓരോ കൂട്ടം മരുന്ന് കാട്ടിനകത്ത് കണ്ടുവെക്കുക. അപ്പോൾ നമ്മൾ വേഗം ആ സ്ഥലത്ത് പോയി ആ സാധനം കൊടുക്കുക. അപ്പോൾ വേഗം പോയി, അല്ലെ തേടിപ്പോകണ്ടേ. രാവിലെ ചിലപ്പോൾ വൈമ്പാടാകും, ചിലപ്പോൾ വന്നില്ലെന്നും വരാൻ വീട്ടി. അങ്ങനൊക്കെ ഒരു മരുന്ന് കിട്ടാൻ വരാൻ പറ്റുമോ? കാടിന് തീ കത്തിയെങ്കിലേ മരുന്നുകൾ ഉണ്ടാകും. മരുന്നിപ്പോൾ മൊത്തം നശിച്ചു പോകും. കഴിഞ്ഞാൽ അത് പോയി. ഇതിന് തീ വേണം. ഈ തീ കത്തെങ്കിൽ ഇതുപോലെ ചെടികൾ ഇത് മുളത്തെല്ലാം മരത്തല്ല, അല്ല വരികയല്ല. എല്ലാം ഇതുപോലെ ഈ പുല്ലെല്ലാം അട്ട് പോയപ്പോൾ മരുന്നും കൂടെ മരുന്നും പോയി. സംരക്ഷണം ഉണ്ട്, നശീകരണം ഉണ്ട്, രണ്ടാണ്. ഇത് സമയത്ത് തീ കത്തണം കാടിന്. അപ്പോൾ അങ്ങനെ തീ കത്തുക. അത് അല്ലാത്ത സമയത്ത് തീ ഉണ്ടാകരുത്. കാട് വന നശീകരണമാകും. നമ്മളെ സ്വന്തം മനസ്സിലൊരു ഇത് കാണണം, ഇയാളിനുള്ള മരുന്നുകളാണ്. ഈ മരുന്നിന് ഭയങ്കര ശക്തി ഉണ്ടാകും. ഞാൻ തരുന്നത് അങ്ങോട്ട് ഇപ്പോൾ തന്നെ ഇത് കുറയണം. മണിക്കൂറുകളാകുമ്പോൾ ഈ സംഗതി കുറഞ്ഞു അങ്ങനെ ആ പുള്ളിക്ക് അങ്ങ് മാറും. അത് ഓരോ അസുഖത്തിന് ഓരോ പച്ച മരുന്ന്. ഈ മരുന്നിന് ഓരോ പരുവങ്ങളുണ്ട്. ഞാനെടുത്തില്ല ആ മരുന്ന് അത് കിട്ടത്തുള്ളൂ. അടുത്ത ഒരാളെടുത്താൽ അത് കിട്ടുക. ഇത് മരുന്നെന്ന് പറഞ്ഞ ഒരാളെ ഈ സാധനം എടുത്ത് കാണിക്കാൻ പറ്റുകയില്ല. കാണിച്ചിട്ട് ചെയ്യുമ്പോൾ ഈ സാധനം ഇതാണല്ലോ എന്ന് വെച്ച് കാര്യം ഇതായിരിക്കും മരുന്ന്. ഇതാണോ മരുന്ന്? അതിന് ഫലക്കുറവാണ്. ഇത് ഞാൻ മരുന്ന് എടുക്കുന്നത് ഞാനേ കാണും. ഒരാളെ കിടന്ന് നോക്കുമ്പോൾ ഈ ആളിന് ഇന്നത് ചെയ്താൽ മതി എന്ന് മനസ്സിലാവും. ഇന്നതാണ് ഈ ആളിൻ്റെ അസുഖമൊന്നും മനസ്സിലാകും. നമുക്ക് പരിശോധനയില്ല, കാണുമ്പോൾ അറിയും. അതിന് ഈ മരുന്ന് ചെയ്താൽ ഇത് കുറയും, അത് കുറയുകയും ചെയ്യും.
ദൈവങ്ങളെ കുറിച്ചുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത്. അത് ചെയ്ത് നമ്മളൊരു വിശ്വാസം അത് എപ്പോഴും ഉണ്ട്. അവരൊക്കെ ചേർത്താണ് മരുന്ന് കൂട്ടിയൊക്കെ ശരിയാക്കി ഈ സാധനങ്ങൾ കൊടുക്കുന്നത്. വനം ഒരു ദൈവത്തിനെ പോലെ കാണുന്നു. ഈ വനം ഉണ്ടെങ്കിലേ നമ്മളുള്ളൂ. മനുഷ്യൻ പിശയ്ക്കുന്നത് ഒരു ചാൺ ഭാഗത്തിച്ചു വിട്ടി. വനമായ വനമും നാടായ നാടും എല്ലാം ഇട്ട് ഓട്ട വയ്ക്കുന്നത് ഒരു ചാൺ ഭാഗുറ. முன்னாடி இதில் வயல் காடு தான் மாமா. ஒரு 30-35 வருஷத்துக்கு முன்னாடி இது எல்லாமே வயல் காடு தான். மற்ற இந்த கரும்பே பார்க்க முடியாது, ஒன்லே நெல் வயல் மட்டும்தான். எங்கேருந்து பார்த்தாலும் பச்சை பசையாக நெல் வயல் தான். பச்சைக்கறி நெல், வேற பைசா புழக்கங்கள் மட்டும் இருக்காது. இங்கே இருக்கிற ஆளுங்க வேலைன்னா வேலையை மட்டும் செஞ்சுக்கிட்டே இருப்போம். இப்போ லேபர்ஸ் வேலை செஞ்சாலும் ஓனர் இங்கே வேலை செஞ்சுக்கிட்டு தான் இருப்பா. அப்படி முதல்ல மனுஷனுக்கு தேவை பணம். இப்போத்த நிலைமை சூழ்நிலை பொறுத்தளவுக்கு பணம், ஒன்று மன நிம்மதி. கரெக்டுங்களா? ஆனால் பணம் இங்கே இருக்கு. தண்ணியெல்லாம் விவசாயம் பண்ண முடியாது. அப்போ சாப்பாட்டுக்கு என்ன பண்ணுவோம்? பைசா இருக்காது. எங்கே போய் சாப்பாட்டுக்கு எங்கே வாங்குவோம், என்ன வாங்குவோம்? தண்ணி இல்லாமல் இருக்கும்போது மூங்கில்ல நெல் இருக்கு. அந்த மூங்கில் நெல்லை எடுத்து தான் பண்டத்து கிராம மக்கள் சாப்பிட்டு அப்படி வாழ்ந்தது. மனசு சுத்தமா இருக்கணும். ஓகே, ஃபர்ஸ்ட் காரியம் மனசு சுத்தம். அடுத்தவனுக்கு துரோகம் நினைக்கக்கூடாது. சுத்தமா இருந்தால் பசிக்காது. நல்லா வேலை செஞ்சு பாருங்க, நல்லா பசிக்கும். அதான் பசிக்குள்ள அர்த்தமே அதான். வேலை செஞ்சா பசிக்கும், வேலை செய்யலாம் பசிக்கவே பசிக்காது. വനത്തിൽ എങ്കാക്ക് നല്ല വിശ്വാസം. எங்க வனத்தில் போய் எവിടെ போய் எங்கே போய் கிடந்தாலும் தெய்வம் தேவாதியை വിളിച്ച് ആ ദൈവം തേവാദിയാൻ എങ്കാക്ക് ഒരു തുണയും ആ മണ്ണില് அவரை பேரை சொல்லி எங்க ஏழை கடவுள் போய் எங்க போய் கிடந்தாலும் எங்கதான் അവിടെ கிடந்த எங்க வானம் பிடிக்கிறது எல்லாபடிக்கு ஒரு ஈச்சி கூடம் അവിടെ வந்து எங்க கிடக்குனானோ எங்க இருக்கிற களத்திலோ போராத படிക്കാൻ இருக்கு. അന്ന് ചെന്തമിഴ് അന്നത്തെ കാലത്തെ ആളുകൾ പറഞ്ഞിരുന്നു. ഭാഷ ഞങ്ങളുടെ തമിഴില് ഞങ്ങളുടെ തനി ഭാഷ. ഞങ്ങള് ഇപ്പൊ മലയാളത്തിൽ പറയാം, തമിഴിലും പറയാം. ഞങ്ങളുടെ ഭാഷ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലായില്ല. நல்ல போட்டா மட்டும் பிடிக்கிறாசு. சரி பண்ணிட்டு வச்சுக்கினே ഇനി വാർത്ത പഠിപ്പാൻ തരണാസ്. അശോക നേരത്തെ ഞങ്ങൾ ചാമിയാൻ കുമ്പിടും. ഇതുപോലെ ദൈവത്തിന് വേണ്ടി അല്ലെങ്കിൽ നേർച്ച വെച്ചാൽ അതോടെ നിൽക്കും. ഏതൊരു നോയി ഇറങ്ങാണ്.
നേരത്തെ ആണെങ്കിൽ ഒരു പരിശോധന പോലെ അങ്ങനെ പോകില്ല. ഞങ്ങളുടെ കുടിയിൽ തന്നെ അത് പ്രത്യേകമായിട്ട് വീട് വെച്ച് അവിടെ തന്നെ പ്രസവം നടത്തും. ദൈവത്തിന് ആ സമയം നല്ലൊരു സത്യം ഉണ്ടായിരുന്നു. ഞങ്ങളെ മറന്നിന് ഒരു സത്യം ഉണ്ടായിരുന്നു. சாமி அடிக்கும். சாமி அடித்து தீபோதி போட்டு அசோகம் மாறும். மந்தை தேவைகள் உண்டு. அதனை கும்பிட்டு ദൈവം അസുഖം മാറും. പണ്ട് കാലത്ത് എവിടെയും പോകില്ല ഞങ്ങൾ. നമ്മൾക്ക് വനത്തിലുള്ള ദേവാലി തപ്പിലുണ്ട്. ഇപ്പൊ കണ്ടോ എല്ലാം കൊണ്ടുപോയി സാമിന്. അതാ ശക്തി. അമ്മനെ സേവിത്ത് വരും പട്ടണയും അന്നാണ്ടും സകപ്പുഴുകുളൊടി കെട്ടെടുക്കും എന്നെ വണങ്ങി വരും എന്റെ ആദിവാസികൾ എന്ന് പറയുന്നത് ഇന്ത്യയിൽ മുഴുവൻ മുതുവാൻ നിൽക്കുന്ന സ്ഥലത്തിൽ എല്ലാ മുതുവാന്മാർ ആദിവാസികൾ എന്ന് പറയുന്നുണ്ട്. ഞങ്ങള് സ്വതന്ത്രமான ആദിവാസികളെന്ന് നേരിട്ട് പറഞ്ഞു കാണിക്കാൻ പറ്റില്ല. അതെങ്ങനെയുണ്ട്, ഞാനും ആദിവാസി നീയും ആദിവാസി എന്ന് ഇപ്പം മേലടത്തിലെ എല്ലാ അനുകൂലികളും മേടിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞങ്ങൾ കാട്ടിലേക്കുന്നവരെ ഒരിച്ചത് ആദിവാസികളാണ്. ഞങ്ങളുടെ ചരിത്രങ്ങൾ പറഞ്ഞു കാണിക്കും, കണ്ടീഷനുള്ളൂ പറഞ്ഞു കാണിക്കാൻ ഒത്തിരി നാളെ. മനസ്സിലായോ? പണ്ട് കാലങ്ങളിൽ വനമുണ്ടായിരുന്നു. ആ വനത്തിനോടനുബന്ധിച്ച് നല്ല രീതിക്ക് അന്ന് മനുഷ്യൻ ജീവിച്ചിരുന്നു. ഇന്നത് നേരെ മറിച്ച്. ഇന്ന് വനമില്ല, കയറിക്കിടക്കാൻ കിടപ്പാടം പോലും ഇല്ല. മനുഷ്യൻ തങ്ങളില് ഒരിഞ്ച് മണ്ണിനെ പോലും കിട്ടാൻ നിർവാഹമില്ലാതെ കൊണ്ട് കൊല്ലും കൊലപാതകവും ആയിട്ട് മനുഷ്യൻ ജീവിക്കുന്നു. കാടുണ്ടായിരുന്ന കാലങ്ങളിൽ എവിടെ വേണേലും വെട്ടിപ്പിടിക്കാം, എവിടെ വേണേലും താമസിക്കാൻ. ഇന്ന് സർക്കാരിനെ പോലും തരാൻ പറ്റാത്ത ജനവിഭാഗം ഒരിഞ്ച് ഭൂമിക്ക് വേണ്ടിയിട്ട് ഇന്നും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാവമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാഴ്ചയിൽ എവിടെയാണ് കാട്, എവിടെയാണ് നാട്, ഈ ജീവിതം എവിടെ ചെന്ന് അവസാനിക്കും എന്ന് നമുക്കാർക്കും തന്നെ പറയുവാനോ കേൾക്കുവാനോ കഴിയും.